ഹലോ, സായിസ് ഡ്രീം വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വ്യാഴാഴ്ചത്തെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് കുറച്ച് നേരം വഴിക്കൊക്കെയാണ് നീച്ചിട്ടുള്ളത്. ഇന്ന് മക്കൾക്കൊന്ന് സ്കൂളൊക്കെ പൂട്ടിയിട്ടോ, 2 ദിവസം മുന്നേ തന്നെ പൂട്ടിയിട്ടുണ്ട്. അപ്പോൾ അതാ സമയം കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേന് 7:30 ആയിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുളിക്കുന്നതിൻ്റെ മുന്നേ തന്നെ ദോശയും ചട്നിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് പോയത്. പിന്നെ അതാ ചോറിനൊക്കെ വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. അരി ഇട്ടിട്ടില്ല, അരി ഇടണം. അപ്പോൾ ഒന്ന് സ്കൂളിലല്ലോ, ശ്രീലുമോക്ക് അംഗനവാടി മാത്രമേ ഉള്ളൂ. അപ്പോൾ പിന്നെ ആക്കം പോലെ ആക്കാൻ വിചാരിച്ചു. 10 മണിയൊക്കെ ആവൂലേ പോവാൻ. പിന്നെ എന്താ ലച്ചുമോള് പൂവൊക്കെ ഇട്ടിട്ട് പിന്നെയും പോയി കടന്നിട്ടുണ്ട് കേട്ടോ. ഉറങ്ങിയിട്ടൊന്നുമില്ല. അവിടെ മക്കൾ മറ്റൊരു 2 വേണ്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവരോട് കളിച്ചങ്ങനെ ഇരിക്കുന്നുണ്ട്. പിന്നെ എന്താ ഞാൻ തലേന്ന് തന്നെ കുറച്ച് ബീറ്റ്റൂട്ടൊക്കെ നുറുക്കി വെച്ചിരുന്നു, കുറച്ച് തക്കാളിയും കട്ട് ചെയ്തിരുന്നു കേട്ടോ കറി വയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ബീറ്റ്റൂട്ട് ഒന്ന് തോരനാക്കിയിട്ട് വയ്ക്കാൻ വിചാരിച്ചു. പിന്നെ ചട്നിക്കും തന്നെ നാളികേരം എടുത്തുകൊണ്ട് കുറച്ചുള്ളൂ കേട്ടോ ഞാൻ. അപ്പം ഞാൻ ചിലപ്പോൾ ചതച്ചിടും, ചിലപ്പോൾ ഇതേപോലെ ചിരവിയത് അതേപോലെ തന്നെ അങ്ങോട്ട് ഇടലാട്ടോ. പിന്നെ ഇതാ കണ്ടോ, ഞാൻ കടുകിട്ട് പൊട്ടിയിട്ട് കരിവേപ്പിൻ്റെ ഇല ഇടുന്നതിന് പകരം ഞാൻ നേരെ ബീറ്റ്റൂട്ട് അങ്ങോട്ട് ഇട്ട് കൊടുത്തു കേട്ടോ. മറന്നുപോയി, കൈ പിടിച്ച സാധനമാണ്, പക്ഷെ എന്തോ മറന്നു. പിന്നെ ഉപ്പൊക്കെ ഇട്ടിട്ട് അത് ഒന്ന് അടച്ച് വയ്ക്കാണ് കേട്ടോ. നാളികേരം ഞാൻ അപ്പം തന്നെ ഇട്ട് കൊടുക്കും. മുളകൊന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് കൊടുക്കലാണ് കേട്ടോ. മുളകൊന്ന് വല്ലാതെ ഒന്നും ചേർത്തിട്ടില്ല, കുറച്ചിട്ടിട്ടുള്ളൂ, ഒന്നൊക്കെ ഇട്ടിട്ടുള്ളൂ കേട്ടോ. പിന്നെ എന്താ ഞാനതൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് അരി ഇട്ടിട്ടുണ്ട് കേട്ടോ. അരി ഇട്ടിട്ടാണ് ചായ കുടിക്കാനിരിക്കുന്നത്. അപ്പം ഇന്ന് ഏട്ടനില്ല കേട്ടോ ഇവിടെ. ഏട്ടന് ഒരു ചേരമ്പാടി ഒരു കല്യാണമുണ്ട്, വയനാട് ചേരമ്പാടി കല്യാണമുണ്ട്. അപ്പം ഇന്നലെ പോയിട്ടുണ്ട്. അപ്പം ഇന്നാണ് കല്യാണം. അപ്പം ഇന്ന് ഉച്ചയ്ക്ക് ആകുമ്പോഴത്തേനെ എത്തണുണ്ടാവുള്ളൂ. അപ്പോൾ തലേന്ന് പോയതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും ചായ കുടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ശ്രീലുമോൾ അംഗനവാടി കൊണ്ടുപോകണ വർത്താനൊക്കെ ഇങ്ങനെ പറഞ്ഞ് കഴിക്കുകയാണ് കേട്ടോ. കണ്ണന് ഞാനും പോരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടേ. അപ്പോൾ ഇന്നെ അതാ ഞങ്ങൾ ചാടിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ഉപ്പേരിയൊക്കെ ആയിട്ടുണ്ട്, ചോറും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഊറ്റി പിന്നെ ഞാൻ കുറച്ച് കറി വയ്ക്കാൻ വിചാരിച്ചു. കറി പറഞ്ഞാൽ അരച്ചൊന്നുമല്ല കേട്ടോ വെറുതെ വെക്കുന്നത്, വെറുതെ തക്കാളി ഒന്ന് താളിച്ചെടുക്കാൻ വിചാരിച്ചു. താളിക്കുക പറഞ്ഞാൽ വെറുതെ മുളകും മഞ്ഞളൊക്കെ ഇട്ടുകാണ്ട് കുറച്ച് കഞ്ഞി വെള്ളത്തിൽ അങ്ങനെ ഇട്ടുകാണ്ട് ചെയ്യാണ് കേട്ടോ. ഇതുപോലെയൊക്കെ തട്ടിക്കൂട്ട് കറികളൊക്കെ നിങ്ങൾ വെക്കലുണ്ടോ? ഞാനങ്ങനെ ഇപ്പോൾ എന്തായാലും ഏട്ടന് കല്യാണം ഉണ്ടല്ലോ, അപ്പോൾ പിന്നെ ഞാനും മക്കളും മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ പിന്നെ താളിപ്പ് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടോ. ഏട്ടനാണ് അരച്ച കറിയൊക്കെ ഭയങ്കര ഇഷ്ടം, എനിക്ക് പിന്നെ വലിയ ഇഷ്ടമല്ല കേട്ടോ. നാളികേരം അരച്ച കറിയിനോക്കാട്ടിലും ഇഷ്ടം ഇതേപോലത്തെ താളിപ്പൊക്കെ ആണെങ്കിലാണ്, മക്കൾക്കും അതെ കേട്ടോ. അപ്പോൾ അതാ ഞാൻ കറിയൊക്കെ ഉണ്ടാക്കി കഞ്ഞിവെള്ളം ഒഴിച്ചിട്ടുള്ളതാണ്. പിന്നെ വൈകുന്നേരത്തേക്ക് പറഞ്ഞാൽ വേണമെന്നില്ല, കാരണം ഞങ്ങൾ ചപ്പാത്തി ഉപ്പുമാവൊക്കെ ഉണ്ടാക്കുമ്പോൾ എന്തായാലും ഉള്ളി കുറച്ച് വാട്ടും. അപ്പോൾ പിന്നെ അത് കൂട്ടിയൊക്കെ മക്കൾ കഴിക്കും കേട്ടോ. അപ്പോൾ പിന്നെ ഉച്ചയ്ക്ക് ഇന്ന് ഇങ്ങനെ പോട്ടെ വിചാരിച്ചു. അപ്പോൾ അതാ ഞാൻ അതൊക്കെ തിളച്ചിട്ട് ഞാൻ അപ്പം തന്നെ അതിൽ നിന്ന് മാറ്റും കേട്ടോ. അതിൽ തന്നെ വെക്കലില്ല, വേറൊരു ചെറിയ പാത്രത്തിലാക്കിയിട്ട് വെച്ചിട്ട് ആ വെച്ച പാത്രം അങ്ങോട്ട് കഴുകിക്കും കേട്ടോ. പിന്നെ അതൊക്കെ അവിടെയൊക്കെ ഒന്ന് റെഡിയാക്കി വന്നതിന് ശേഷം ഞാനൊന്ന് മാറാലൊക്കെ ഒന്ന് തട്ടുകയാണ് കേട്ടോ. അടിയിൽ ഒന്ന് തട്ടി ഇതാക്കുകയാണ്. ഉണക്കാവാനായില്ലേ. ഇതിൻ്റെ മുന്നേ ഫുള്ള് വൃത്തിയാക്കിയതാണ് കേട്ടോ ഞാനും മക്കളും കൂടെ ഒക്കെ ആയിട്ട്. അപ്പോൾ അടിയൊന്ന് തട്ടിയിട്ട് ശ്രീലുമോളെ കുളിപ്പിക്കലും ഇതൊക്കെ കഴിച്ചിട്ട് അങ്ങനെ അംഗനവാടി കൊണ്ടാക്കാൻ വിചാരിച്ചിട്ടോ. അപ്പോൾ അടിയൊക്കെ ഒന്ന് തട്ടിയിട്ട് പിന്നെ മോളിക്ക് കയറാൻ വിചാരിച്ചു. പിന്നെ ഞങ്ങൾ അംഗനവാടി പോവാട്ടോ. കുളിപ്പിക്കലും കഞ്ഞിയൊടുക്കലും എല്ലേതും കഴിഞ്ഞിട്ട് അപ്പോൾ മറ്റൊരു 2 കൂടെ പോരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവരുണ്ടെങ്കിൽ ഓക്ക് കുഴപ്പമൊന്നുമില്ല, ഓൾ നടക്കും. മറ്റേത് നടക്കൊന്നുമില്ല കേട്ടോ. ഞാൻ അങ്ങനെ എടുത്തുകൊണ്ട് നടക്കണം, ഭയങ്കര വാശിയാണ്. അപ്പോൾ ഞങ്ങൾ അംഗനവാടി പോണ വഴിയിലുണ്ട്, ഒരു വീട്ടിലാണ് കേട്ടോ അത്. അപ്പോൾ അവിടുത്തെ ഡോഗിന് 5 കുട്ടികളാണ് കേട്ടോ, 2 പെണ്ണും 3 ആണും കേട്ടോ. അപ്പോൾ ഐറ്റങ്ങളെ കാണാൻ ഭയങ്കര രസം കേട്ടോ, കാണാനും കളിപ്പിക്കാനൊക്കെ. അപ്പോൾ ശ്രീലുമോൾ ഇടയ്ക്ക് കാണുന്നതാണ്. അപ്പോൾ കണ്ണനും ലച്ചുമോക്കും കാണണം എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ കയറിയതാട്ടോ. പിന്നെ പറഞ്ഞാൽ ഞാൻ ഈ വീഡിയോ ഇടാൻ കുറേ ലേറ്റായിട്ടുണ്ട്, കാരണം ഇത് കഴിഞ്ഞപ്പോഴത്തേനും ഓണായി. പിറ്റേന്ന് ഓണപ്പരിപാടിക്കായിരുന്നു അംഗനവാടിയിൽ. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് എഡിറ്റ് ചെയ്യാനോ ഇതിനൊന്നും പറ്റിയില്ല. പിന്നെ ഉത്രാടമായി, തിരുവോണമായി. ഉത്രാടമാണ് കേട്ടോ നമ്മളെ വീട്ടിൽ കഴിക്കൽ. അപ്പോൾ തിരുവോണത്തിനും പറ്റിയില്ല, അതിൻ്റെ പിറ്റേന്നും പറ്റിയില്ല. അപ്പോൾ ഇവിടെ പിന്നെ അടുത്തൊരു കുട്ടി മരിക്കും കൂടെ ചെയ്തു. അപ്പം പിന്നെ നമുക്ക് വീഡിയോസ് ഒന്നും ഇടാനുള്ളൊരു സാഹചര്യം ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ ഇടാഞ്ഞത് കേട്ടോ.
പിന്നെ അതാ ഞങ്ങൾ അംഗനവാടിയിലൊക്കെ എത്തി. ശ്രീലുമോൾ അവിടെ ഉള്ളിലൊക്കെ ആക്കിയിട്ട് ഞങ്ങൾ പോരാണ് കേട്ടോ. അപ്പം ഇന്ന് വൈകുന്നേരത്ത് തന്നെ ചെറിയ ചെറിയ പരിപാടികളൊക്കെ കുട്ടികളത് നടത്തുന്നുണ്ട് കേട്ടോ. അതിനെക്കുറിച്ച് അങ്ങനെ പറയുമായിരുന്നു ടീച്ചർ. പിന്നെ അമ്മമാരുണ്ടെങ്കിൽ കുട്ടികളങ്ങനെ കളിക്കൊന്നുമില്ല, വേഗം മടി കയറിയിരിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ പിന്നെ അമ്മമാരില്ലാത്ത സമയത്ത് ചെയ്യാമെന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ ഞങ്ങൾ അംഗനവാടിയിലൊക്കെ പോയി വന്നതിന് ശേഷമാണ് മുകളിലൊക്കെ ഒന്ന് റെഡിയാക്കുന്നത് കേട്ടോ. എന്തായാലും എച്ചുമോളൊക്കെ റെഡിയാക്കുന്നുണ്ട്. കണ്ണനാണ് ഈ വീഡിയോ എടുക്കുന്നത്. അവനെ ഞാൻ എടുക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ചെയ്യാണ്. ഞാൻ അപ്പുറത്ത് അലക്കിയതൊക്കെ തോരയിടാണ് കേട്ടോ. പിന്നെ കുറേയൊക്കെ പണികൾ ഞാൻ ചെയ്തെടുത്തതാണ്. ഇങ്ങനെ ഓരോ ദിവസം അങ്ങനെ ചെയ്ത് അങ്ങനെ തീർത്തതാണ്. പിന്നെ ഇത് പറഞ്ഞാൽ വിളക്കത്തിക്കുന്ന സ്ഥലത്തേക്കൊന്നും വരാനും തൊടാനൊന്നും പറ്റാത്ത സാഹചര്യത്തിലായിരുന്നു. അപ്പോൾ അതാണ് ചെയ്യാഞ്ഞത് കേട്ടോ. അപ്പോൾ ലച്ചുമോള് ചെയ്യാണ്. പിന്നെ അതാ ഞങ്ങളുടെ ഇവിടെ ഒരു ദേശസംഘം ഉണ്ട് കേട്ടോ. അപ്പോൾ ആ സംഘത്തിൽ നിന്ന് കുറച്ച് പച്ചക്കറിയൊക്കെ കിട്ടിയിരുന്നു. അപ്പോൾ ലച്ചുമോൾ അതൊക്കെ പോയിട്ട് മേടിച്ചു കൊടുന്നു കേട്ടോ. അപ്പോൾ നല്ലൊരു കാര്യം തന്നെ കേട്ടോ. ഉത്രാടത്തിൻ്റെ തലേന്ന് കിട്ടുമ്പോൾ നമുക്ക് അറിയാലോ പിന്നെ പച്ചക്കറി എന്തെങ്കിലും വാങ്ങണോ വേണ്ടയോ എന്നൊക്കെ. ഇവിടെ പിന്നെ കുറച്ച് സാധനങ്ങൾ മാത്രമേ വാങ്ങിയിട്ടുള്ളൂ കേട്ടോ. ഏട്ടൻ്റെ ഫ്രണ്ട്സൊക്കെ വരും എന്ന് പറഞ്ഞതുകൊണ്ട് കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് കൂടെ സാധനങ്ങൾ മാത്രമേ മേടിച്ചിട്ടുള്ളൂ. ബാക്കിയൊക്കെ അതിൽ കിട്ടിയിട്ടോ. പിന്നെ ഞങ്ങളിതാ ഒന്ന് ഹോസ്പിറ്റലിൽ പോയിട്ടോ. കണ്ണന് ചുമയാണ്. അപ്പോൾ അവിടെ നിന്നൊക്കെ വന്നിട്ടുള്ള പരിപാടിയാണ് ഇത്. ഇതെന്താ അറിയോ, നാളെ അംഗനവാടിയത്തെ പരിപാടിയെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കണ്ണനെ നമുക്കൊന്ന് മാവേലിയാക്കാണ് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ടീച്ചർ ഇങ്ങനെ പറഞ്ഞു ഈ ആക്കോ എന്നൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ നമുക്ക് സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കയ്യിൽ. അപ്പം ഞാൻ പിന്നെ ഹോസ്പിറ്റലിൽ പോയപ്പോൾ കുറച്ച് ഗോൾഡൻ പേപ്പർ മാത്രം മേടിച്ചു കൊടുന്നു. ബാക്കിയൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാനും ലച്ചുമോളും ഇങ്ങനെ അത് ചെയ്യാണ് കേട്ടോ. കണ്ടോ, ഇതാണ് കിരീടം. പിന്നെ ഒരു മാല ഉണ്ടാക്കി. പിന്നെ അരപ്പട്ട ഉണ്ടാക്കി. പിന്നെന്താ കയ്യമ്മ വെക്കണത്, അങ്ങനെ 1-2 സാധനങ്ങൾ മാത്രം ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ മാവേലീൻ്റെ കൊടയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ കുഞ്ഞ് വീഡിയോ ഒന്ന് ഇത് വെച്ച് സ്റ്റോപ്പ് ചെയ്യാൻ കേട്ടോ. നാളെ കണ്ണനെ മാവേലിയൊക്കെ ആക്കിയിട്ട് റെഡി ആക്കിയിട്ടുള്ള വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമൻ്റായിട്ടൊന്ന് അറിയിക്കാം കേട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം. താങ്ക്